പറയാൻ പറ്റൂല. അത് ഇതായി പോയി. ഇനിയിപ്പോ രാത്രി കിടന്ന് ഉറങ്ങാൻ വരുന്ന ഭയങ്കര അവസ്ഥയാണ് ഇപ്പൊ. അവിടെ രാത്രി തന്നെ കാണണം. അപ്പോഴത് അതിന്റെ ഒരു ഇത് കിട്ടുള്ളൂ നമുക്ക്. ഇതുവരെ ഇല്ലാത്തൊരു പെർഫോമൻസ്. പേടിച്ചോന്നാ, പേടിച്ച് തൂറി അവസ്ഥയായി പോയി. എല്ലാരും പടം കാണുക. ഓക്കെ. അല്ല, ഇത്രയും അടിപൊളിയായിട്ട് ആള് അഭിനയിക്കുന്നത് മനസ്സിലായില്ല. സൂപ്പറായിട്ട് അടിപൊളി. നല്ല പേടിച്ചു, ഞെട്ടിച്ചോ, നല്ല അഭിനയം. പക്ഷെ ഇതേപോലെ ഒരു സംഭവം ഉണ്ടായത് കേട്ടോ മുമ്പ്. വെറൈറ്റിയാണ്. സൂപ്പർ പൊളി, അടിപൊളിയായിട്ട് പടം. ഒരു രക്ഷയില്ല. വിറയ്ക്കത്തൊന്നുമില്ല, പക്ഷെ എന്നാലും പേടിക്കേണ്ട സാധനം ഉണ്ട്. പടം അടിപൊളിയാണ് കേട്ടോ. ഇത് എങ്ങനെയാ, എനിക്ക് പ്രമേഹമല്ല, മറ്റേ നമ്മുടെ ഭൂതകാലം പരിപാടിയാണ്. പ്രമേഹം വേറൊരു ട്രീറ്റ്മെന്റ് ആണല്ലോ, പ്രമേഹമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഭൂതകാലമായിട്ട് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. ഭൂതകാലം ഉള്ള അടിപൊളിയായിട്ട്. എനിക്കിത് പിന്നെ അഭിനേതാക്കളുടെ പേരിലല്ല, ഇതൊരു രാഹുൽ സദാശിവൻ സംഭവമായിട്ട് തന്നെ അടയാളപ്പെടുത്തുന്ന ഒരു പടമാണ്. അത് കിടലാണ്. ഈ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനെ കുറിച്ച് പറയുമ്പോഴേ കൂടുതൽ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു മ്യൂസിക്കിന്റെ പരിപാടിയൊക്കെ ഉണ്ട്. ആ കാറ്റ് വീശുന്ന പരിപാടിയൊക്കെ നൈസാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. എക്സ്പീരിയൻസ് ചെയ്യാം. നല്ല സിനിമ എന്നതിനപ്പുറത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. കൊള്ളാം, പരിപാടി കൊള്ളാം. ശരിക്കും ചാടിപ്പോയി. പിന്നെ മലയാളം മൂവീസിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ലെവലില് ഹോറർ ത്രില്ലേഴ്സ് ആക്ച്വലി കുറവാണ്. ഹോറർ എന്റെ ഭയങ്കര ഫേവറേറ്റ് ജോണറാണ്. അപ്പൊ ഇതുപോലത്തെ ഈ ഒരു ലെവലിലെ ഹോറർ മൂവീസ്, ഹോറർ ത്രില്ലേഴ്സ് ഇനിയും ഒരുപാട് വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഈ മൂവി എന്തായാലും ഭയങ്കര അടിപൊളിയായിരുന്നു. ഇമ്പ്രൂവ് ചെയ്യാനൊന്നും ഉണ്ടായില്ല. പുള്ളി ആ പടത്തിനെ ടേക്ക് ചെയ്തത്, കാരണം ഡയറക്ഷനും എല്ലാം കൂടി നോക്കുമ്പോൾ ഒരു ഫിലിം എക്സ്പീരിയൻസ് അല്ല, ഒരു കംപ്ലീറ്റ് ഒരു ഇവന്റ് നമ്മളെ ഇങ്ങനെ നേരിട്ട് കാണുന്നു, ആ ഒരു ഫീലായിരുന്നു. കാരണം അങ്ങനെയാണല്ലോ, അങ്ങനെ വേണമല്ലോ. ആക്ടിങ് ആയിട്ടോ അങ്ങനെയൊന്നും ചെയ്യാനൊന്നും ഉണ്ടായില്ല. ഒരു പെർഫോമൻസ് ആയിരുന്നു അത് പടത്തിന്റെ ക്വാളിറ്റി, സൗണ്ട്, എല്ലാ ടീമും കൂടി വെച്ച് നോക്കുമ്പോൾ നമുക്ക് രാഹുലേന്റെ പടങ്ങൾ നേരത്തെ എടുത്ത് നോക്കിയാൽ അറിയാം, ആ ഒരു ക്ലാസ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതും നല്ലൊരു തീരുമാനമാണ് രാത്രി. പിന്നെ ഈ സ്പോയിലേഴ്സ് ഒക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് കാണാൻ പറ്റിയതിന് അതും പിന്നെ, കാരണം സ്പോയിലേഴ്സ് വന്നാലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇതൊരു എക്സ്പീരിയൻസ്. തിയേറ്ററിൽ തന്നെ കാണുന്നതല്ല. അതെ, തിയേറ്റർ ഈ സ്കേറി മൂവീസ് ഇഷ്ടപ്പെടുന്നവര് ശരിക്കും ഇത് കാണും. കാരണം ആ ഫീലോടെ കാണാൻ പറ്റുന്ന, ഇല്ലെങ്കിൽ കാരണം നമ്മളൊരു വലിയ ക്രൗഡിന്റെ കൂടെ നിന്ന് കാണുമ്പോൾ ചിരിയും ബഹളങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആ ക്രൗഡിനെയൊക്കെ ക്ലച്ച് ചെയ്ത് ആ പടം പിടിച്ച് അതങ്ങനെ കൊണ്ടുപോയത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പ്രണവിന്റെ മാജിക് അത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. പിന്നെ രാഹുൽ സദാശിവൻ ഡയറക്ടറുടെ ഒരു പ്രകടനം, പുള്ളിയാണ് ഇതില് ഫുള്ള് കൈകടത്തിയേക്കുന്നത്. പ്രമേയവും ഭൂതകാലമൊക്കെ കണ്ട് ഞെട്ടിയവർക്ക്, അല്ലെങ്കിൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയവർക്ക് ഉറപ്പായിട്ട് ഇവിടെ ഇഷ്ടപ്പെടും. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല. പ്രണവ് തകർത്ത് ആടിയിട്ടുണ്ട്. ഇതിന്റെ എവരി ഏരിയ, എഡിറ്റിംഗ് ആണെങ്കിലും BGM ആണെങ്കിലും ഡയറക്ഷൻ, ക്യാമറ ലെവലൊക്കെ അസാധ്യമാണ്. പക്ക ത്രില്ലർ ബേസ്ഡ് ഹൊറർ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ജോണറിൽ പോയേക്കുന്ന ഒരു പടമാണ്. തിയേറ്റർ വാച്ചുകൾ ഐറ്റം തന്നെയാണ്. എൻഡിങ് ഒക്കെ കൊണ്ടു നിർത്തിയേക്കുന്നത് ഒരു ഭയങ്കര രസമായിട്ടാണ്. എനിക്ക് തോന്നുന്നു ഈ നിയറസ്റ്റ് വന്നതിൽ വെച്ചിട്ട് നല്ലൊരു ഹൊറർ ടച്ചുള്ളൊരു മൂവിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. നല്ല സിനിമ തന്നെയാണ്, തിയേറ്റർ വാച്ചുകൾ തന്നെയാണ്, ഒരു ഡൗട്ടും ഇല്ല. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പിന്നെ അതായത് നമ്മളൊരു ഔട്ട് ഓഫ് ഇന്ത്യ, ഐ മീൻസ് ഫ്രഞ്ച്, സ്പാനിഷ് മൂവീസ് കാണുന്നൊരു ഫീല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലൊക്കെ ഇപ്പൊ കോൺചറിങ് ഒക്കെ കണ്ടെങ്കിൽ നമ്മൾ ഞെട്ടിയേക്കുന്ന ആ ഒരു മലയാളത്തിന്റെ വേർഷൻ രീതിയിൽ നല്ല രീതിയിൽ എഫക്ട് കിട്ടിയിട്ടുണ്ട്. ആ എഫക്റ്റ് ആണ് ഉദ്ദേശിച്ചത്, കമ്പാരിസൺ അല്ല. ആ രീതിയിൽ നോക്കുമ്പോൾ തിയേറ്റർ വാച്ചുകളാണ്, മസ്റ്റ് വാച്ച് തിയേറ്റർ ഐറ്റംസ് ഉണ്ട്. അതിന്റെ ഒരു മാജിക്കൽ പെർഫോമൻസ് ഉണ്ട്. ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ വർത്താണ്, നല്ലോണം. പിന്നെ ഉറപ്പായിട്ടും. പിന്നെ പ്രണവും കൂടെ അഭിനയിച്ച ആളും സൂപ്പറായിരുന്നു. രാത്രി ആ മൂടി കാണണം നല്ല.